നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അതിൽ ഏറ്റവും വലിയ കാര്യം എന്താണ്? വലിയ പ്രവൃത്തികൾ വചനത്തിലൂടെ നിങ്ങളിലൂടെ ചെയ്യാൻ പോവുകയാണ്. പിതാവ് വലിയ പ്രവൃത്തികൾ യേശുവിലൂടെ ചെയ്തു. യേശു അതിനുവേണ്ടി വല്ല അധ്വാനിച്ചോ? ഭൂമിയിൽ കുഴിച്ചോ? മരത്തെ കയറിയോ? കടലിൽ ചാടിയോ? ഒന്നും ചെയ്തില്ല. വചനത്തിലൂടെ ചെയ്തു. ഒറ്റ കണ്ടീഷൻ: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ഡിസ്റ്റർബ് ആകരുതെന്ന്. നിങ്ങളുടെ ശത്രുക്കളെ കണ്ടിട്ട്, അവർ പറയുന്ന കേട്ടിട്ട്, സാഹചര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അസ്വസ്ഥരാകരുത്. നിങ്ങൾ അസ്വസ്ഥരാകയാൽ സദൃശ്യവാക്യങ്ങൾ 25:26 എഴുതിയിരിക്കുന്നത് പോലെ ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനും സമം. ഫലം ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുകയില്ല. കലങ്ങിപ്പോവും. നല്ല വെള്ളമായിരുന്നു, പക്ഷെ കലങ്ങിപ്പോയി. വചനം നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ രക്ഷിക്കണമെങ്കിൽ, നിങ്ങളുടെ സമൂഹത്തെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. കർത്താവിൽ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ.